യുവജനങ്ങളെ അവഗണിക്കുന്ന സംസ്ഥാന സർക്കാർ യുവാക്കളോട് യുദ്ധപ്രഖ്യാപനം നടത്തുകയാണെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനു പ്രസാദ്. യുവജന വഞ്ചനയ്ക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ യുവമോർച്ച ഈ മാസം 13-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ് സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ. പിൻവാതിൽ നിയമനങ്ങളും കെടുകാര്യസ്ഥതയുമായി ആണ് സംസ്ഥാനത്ത്. കേരളത്തിലെ യുവജനക്ഷേമ ബോർഡും യുവജന കമ്മീഷനും പാർട്ടി പ്രവർത്തകരെ തിരികെ കയറ്റാനുള്ള ഒരിടമായി മാത്രം മാറുകയാണെന്നും മനു പ്രസാദ് തലസ്ഥാനത്ത് കുറ്റപ്പെടുത്തി. നാളിതുവരെ കേരളത്തിൽ യുവജനങ്ങളുടെ കാര്യശേഷിയെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിൻവാതിൽ നിയമനങ്ങളിലൂടെയും കെടുകാര്യസ്ഥതയിലൂടെയും നമ്മുടെ നാട് വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ അവസാനിക്കില്ല എന്ന നിലയിലേക്കാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോരോ പ്രശ്നങ്ങളെക്കുറിച്ച് എടുത്തു പരിശോധിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, കേരളത്തിലെ യുവജനക്ഷേമ ബോർഡും കേരളത്തിലെ യുവജന കമ്മീഷനും പാർട്ടി നിയമനങ്ങൾക്ക് വേണ്ടി മാത്രം, പാർട്ടി പ്രവർത്തകരെ തിരികെ കയറ്റാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇടം എന്നതിലപ്പുറം യുവജനങ്ങൾ നേരിടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ വ്യക്തമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാകുന്നില്ല. അതിൻ്റെ 2 തലപ്പത്തിരിക്കുന്നതും യുവജന നേതാക്കളാണ് എന്നുള്ളത് യുവജനങ്ങളെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമായൊരു സമീപനമാണ്. ഈ നാട്ടിൽ യുവജന പ്രക്ഷോഭങ്ങൾ നടത്തി എന്ന് പറഞ്ഞ്, തൊഴിലല്ലെങ്കിൽ ജയിലെന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങളിൽ പങ്കാളിയായവർ മന്ത്രിസ്ഥാനങ്ങളിലും അധികാര സ്ഥാനങ്ങളിലും എത്തിക്കഴിഞ്ഞാൽ അധികാരധൂർത്തും അഴിമതിയും നടത്തുന്നൊരു സമീപനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും ഒരു പരിഹാരമുണ്ടാക്കുന്ന സമീപനം സ്വീകരിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിരിക്കുന്നവർ ചൂട്ടുപിടിക്കുന്ന സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.